അപ്പോൾ ഗൈസ് നമ്മുടെ ചിലപ്പോൾ എന്ന് പറഞ്ഞ ചാനലിലേക്ക് വീണ്ടും ഒരു സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഗെയിം പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗെയിം പ്ലേ വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യക്കാരിറക്കിയ ഒരു കമല എന്ന് പറഞ്ഞ ഒരു ഹൊറർ ഗെയിമാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം ഗൈസ്. നമ്മൾ ഹാർഡ് ഇട്ടാണ് കളിക്കുന്നത്. ഹാർഡ് സ്ട്രീം ഇന്നൊരു വാട്ടക്കഥയുണ്ട്, അത് നിങ്ങൾ പോയി കാണും, ഞാൻ കാണുന്നില്ല. കഥയിലോട്ട് പോകാം ഗൈസ്. ഹാർഡ് ഇട്ടാണ് കളിക്കുന്നത് ഗൈസ്. ഇപ്പം എന്തു പറ്റിയാലും നിങ്ങളെല്ലാവരും ഹെഡ്സെറ്റ് യൂസ് ചെയ്യും ഇതുപോലെ. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഈ പുള്ളിക്കാരനാണ്ടൊക്കെ പറയുന്നുണ്ട് സർവ. അപ്പൊ നമ്മള് പൂജാരിയാണ്, ഈ പുള്ളിക്കാരി തിളയ്ക്കാൻ വന്നൊരു പുള്ളിക്കാരിയാണ്. ഇതിന്റെ കഥ വേണേ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഈ പുള്ളിക്കാരിയുടെ കല്യാണം അങ്ങനെ ഒരു സംഭവം നടന്നപ്പം ഈ പുള്ളിക്കാരിക്ക് ഏതാണ്ട് ഒരു സംഭവം വന്നിട്ട് ഏതാണ്ട് അങ്ങനെയൊക്കെ സംഭവമാണ്. അപ്പൊ ഈ പുള്ളിക്കാരിയെ തിളയ്ക്കാൻ കണ്ട ഒരു പൂജാരി ലുക്കില്ലേ. നമുക്ക് കളിക്കാം. എനിക്ക് ഈ കമലേനെ ഒന്നും പേടിയില്ല, ഞാൻ ഒത്തിരി പേരെ തളച്ചിട്ടുള്ളതാണ്. എൻ്റെ പേര് സുഗണൻ പൂജാരി. ഓക്കെ, നമുക്ക് പോവാം. മണിച്ചിത്രത്താഴ് പോലത്തെ ഒരു കഥ കാണും ഇതിനകത്തുള്ള. അല്ല ഒരു നാടമായ ഒരു ഇതാണ് കമല ചേച്ചി എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ചുമ്മാ കണ്ട പറഞ്ഞത്. ഇതാണോ കമല ചേച്ചി? എന്തൊരു സ്ട്രക്ചർ എൻ്റെ അമ്മച്ചി. എനിക്കിവിടെ ഒന്നും പേടിയില്ല. ഇവിടെ ഫുള്ളൊരു പലകപ്പെട്ടി വെച്ചിട്ടുള്ള ഒരു ഡോറാണ്. ഈ കമല ചേച്ചിയാന്ന് പറഞ്ഞു. നിങ്ങളൊരു ഊഞ്ഞാലാടുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഈ കമല ചേച്ചി കമല ചേച്ചി ഊഞ്ഞാലിന് തെന്നി വീണ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഞാൻ അപ്പോഴേ പറഞ്ഞ കമല ചേച്ചി പാടുന്നത്. ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലേ വീണ ഗൈസ്, നിങ്ങൾ വേറെയല്ലേ, തന്നെ വീണതാണ്. കമല ചേച്ചിക്ക് ഡ്രസ്സൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതിനകത്തൊന്നും ഇല്ല. കമല ചേച്ചിയുടെ സൗണ്ടാണ് കേൾക്കുന്നത്. മഴയാണ് ഗൈസ് വെളിയില്. കണ്ടാ, പുള്ളിക്കാരി സെറ്റപ്പാണ്. രാത്രി കഴിക്കാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാവ് മേടിക്കാൻ പോയേക്കുക. അപ്പൊ അവിടെ ഒരു ഊഞ്ഞാലാടുന്ന ആരാ ഗൈസ്? നമുക്കൊരു ഗ്യാസ് മേടിച്ചു കൊടുത്താലോ? എന്താ പോംവഴി? അടുപ്പേല കത്തിക്കുന്നത്. ഒരു ചെങ്ങലയുടെ സൗണ്ടല്ലേ കേൾക്കുന്നത്. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. കുഴപ്പമൊന്നുമില്ല, ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാം കൂടെ കുത്തി താഴെ വീണേനെ. എന്നെ കാണാമോ ഗൈസ്? ഇങ്ങനെ പേടിക്കാളാ ആരോട്? എന്നോട് ഇഷ്ടിയ കട്ടാലൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. മുട്ടക്കമ്മലേക്ക് അങ്ങ് പോകാൻ വേണം ഗൈസ്. എന്നാത്തിനും എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? എനിക്ക് പേടിയില്ലല്ലോ. ആണ് നീ ഖത്തം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. അതെങ്ങനെ ഗൈസ്? ഞാൻ കട്ടടി ഇപ്പുറത്തല്ലേ, എന്നപ്പോ എങ്ങനെ എന്നെ പിടിക്കുന്നത്? ഇവനെ ആദ്യമേ തക്കണം. ഇത് ഞാനാണോ പറയുന്നത്? മലയാളം പറ. നീ എന്നെ പറയുന്നേ മൃത്യുമർശനോ? എടാ ഗായ്സ്, നമ്മളെ താമസിച്ചിട്ട് കൂട്ടി കൊടയോ? ഓ, ഇത് വെച്ച് കുത്തി തുറക്കണം. ഇവിടെ അങ്ങനെ ഒളിച്ചിരിക്കാം ഗൈസ്. കമല ചേച്ചി വരും. കമല ചേച്ചിക്ക് എന്നെ പേടിയാണ്ട്, പിന്നെ സീനില്ല. അടുത്താണ് കമല ചേച്ചിയുടെ പണ്ടത്തെ ഫോട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. ഗൈസ് എല്ലാം എക്സെറ്റ് യൂസ് ചെയ്യും, എന്നാലേ ഞാൻ ഇത്രയും കട്ടിക്ക് ഒരു ഇത് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ അത്ര ഇത് ഇല്ലായിരിക്കും. മണി അടിച്ചു ഗൈസ്. മണി അടിക്കാൻ വല്ല ഇതിന്റെ അമ്പലോ? ഒരു കമ്പ് കിട്ടാണ് വെള്ളം നിറകയ്ക്കട്ട് അടിക്കാനും. ഒരു ഗൈസ് ഒരു ഒച്ച കേൾക്കുന്നുണ്ടോ?
A few moments later. കമല പോട്ടെ നമുക്കിവിടെ വിളിച്ചിരിക്കാം. ഓക്കെ ചേച്ചി, നമ്മളൊന്നും ചെയ്യത്തില്ല, നമ്മൾ പാവം, നമ്മളിവിടെ കഞ്ഞി പിടിക്കാൻ വേണ്ടി വന്നു. ഇവിടെ നല്ല മേശിരിപ്പണി ഉണ്ടെന്ന് പറഞ്ഞു. ഇത് പിടിപ്പിക്കാൻ വേണ്ടി വന്ന പോയോടെ പേടിക്കാതെ ഇങ്ങനെ. ഇവിടുന്ന് അങ്ങ് ഒരെണ്ണം കേറി വീഡിയോ എവിടെ വെച്ച് അവസാനിക്കുന്നു. ഒന്നും കളിച്ച് കഴിഞ്ഞാൽ എല്ലാ നെറുകയെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഞാൻ തട്ടിപ്പോവും. അത് കാണണ്ടല്ലോ. ഇപ്പം നമ്മളൊരു ഹൊറർ ഗെയിം വെച്ച് നമ്മൾ സെക്കൻഡ് വീഡിയോ വരാം. ഇപ്പൊ കമല നമ്മൾ തീർക്കും. രണ്ടാമത്തെ വീഡിയോ നമ്മൾ വരും. എല്ലാവരും ലൈക്ക് അടി സപ്പോർട്ട് ചെയ്തിട്ട് പോക്കോ എനിക്ക് വേണ്ടി. ഞാൻ എത്ര പേടിച്ചേ. കമലെ നമുക്ക് തീർക്കണം ഗൈസ്. പോവാം. ടാറ്റ.